സഖാക്കളെ, നമ്മുടെ ഹാള് നിറഞ്ഞിരിക്കുകയാണ്. വരുന്ന സഖാക്കൾ തണലോരം ചേർന്ന് നമ്മുടെ ഇരു സൈഡുകളിലേക്കും പന്തൽ നീട്ടിയിട്ടിട്ടുണ്ട്. അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ ഫ്രണ്ട് കടന്നു പോരുന്ന ഗേറ്റ് ഒഴിച്ച് ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് സഖാക്കൾ മാറി മാറി നിന്ന് സഹകരിക്കണമെന്ന് നമ്മുടെ ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ, CPIM-ൻ്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് KA ജോയിയെ ക്ഷണിക്കുക. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സഹു ബെന്നി, പ്രിയപ്പെട്ട ആന്റണി ജോൺ MLA ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുസമ്മേളനമാണ് കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് ഇന്നിവിടെ നടക്കുന്നു. ഞാൻ ഈ ഇലക്ഷൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നില്ല. ഇന്ന് 11 മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സാരഥി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. സഖാവിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലും വിശേഷിച്ച് നമ്മുടെ കോതമംഗലം അസംബ്ലി മണ്ഡലത്തിലും സ്ഥാനാർത്ഥി തന്നെ 3 വട്ടം കൊണ്ടും ബഹുജനങ്ങളുമായിട്ട് സൗഹൃദം പങ്കിട്ടുകൊണ്ടും നമ്മുടെ മണ്ഡലത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും ആദിവാസി ഊരുകളിലടക്കം പോവുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ പോയ സന്ദർഭത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം 2014 മുതൽ 2019 വരെ 5 വർഷക്കാലത്തെ MP എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മണ്ഡലത്തിൻ്റെ നാനാ മേഖലകളിൽ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനം നടത്തിയതിൻ്റെ ഓർമ്മകൾ, അനുഭവങ്ങൾ നമ്മുടെ പൊതുസമൂഹം, സാധാരണക്കാർ, കൃഷിക്കാർ, മറ്റ് ജനവിഭാഗങ്ങൾ, കച്ചവട സുഹൃത്തുക്കൾ അവരെല്ലാവരും പങ്കുവയ്ക്കുന്ന ഒരു വലിയ അനുഭവമാണ് ആ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിലുണ്ടായത്. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ജനപ്രതിനിധിയെ സംബന്ധിച്ച് അങ്ങനൊരു അനുഭവം ആരും എടുത്ത് പറയുന്നില്ല എന്നുള്ളത് ഒരു MP എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചകങ്ങളാണ്, തിരിച്ചറിവുകളാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിലൂടെ പൊതുസമൂഹം വിലയിരുത്തിയതും നമ്മളോട് പങ്കുവച്ചു. ഒരു സംശയം വേണ്ട, ഇടുക്കി പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തമാക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു മണ്ഡലമായി നമ്മുടെ കോതമംഗലം അസംബ്ലി മണ്ഡലം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾ സമ്പാദിച്ചു കൊടുക്കും. അതിനുള്ള എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും താഴെ തലത്തിലുള്ള സംഘാടനങ്ങളടക്കം നമ്മൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. ഈ മഹാസമ്മേളനം തന്നെ ഈ മണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ മറ്റ് രാഷ്ട്രീയ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി. നമ്മുടെ ഈ മീറ്റിങ്ങിന്
ഈ പൊതുസമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനും CPIയുടെ കോതമംഗലം അസംബ്ലി മണ്ഡലം സെക്രട്ടറിയും ആയിട്ടുള്ള സഹ PT ബെന്നിയാണ്. സഖാവിനെ ആദരപൂർവ്വം അധ്യക്ഷ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹ പിണറായി വിജയൻ ഏതാനും സമയത്തിനുള്ളിൽ നമ്മളെ കാണുന്നതിന് വേണ്ടിയിട്ട്, നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരും. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഹ പിണറായി, എല്ലാ ആദരവും ബഹുമാനം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇലക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നല്ല നിലയിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം S. സതീശ് ഈ വേദിയിലുണ്ട്. സഖാവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLA സഖാവ് ആന്റണി ജോൺ വേദിയിലുണ്ട്, സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രക്ഷാധികാരികളായിട്ടുള്ള ഡോക്ടർ വിജയൻ നങ്കേലി സ്വാഗതം ചെയ്യുന്നു. VK ശിവൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ മുൻ MLA ശ്രീ MB മാണിച്ചേട്ടൻ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. PK സജീവേട്ടൻ രോഗാവസ്ഥയുടെ പ്രശ്നമുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. EN ജോണിച്ചേട്ടൻ നമ്മുടെ രക്ഷാധികാരിയാണ്, ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രക്ഷാധികാരികളായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ KK ദാനിക്കുഞ്ഞ് ഈ വേദിയിലുണ്ട്, സ്വാഗതം ചെയ്യുന്നു. മുനിസിപ്പൽ ചെയർമാൻ രക്ഷാധികാരിയാണ്, സഖാവ് KK ടോമിയെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ഈ ഇലക്ഷൻ പ്രവർത്തനത്തിൽ ഈ മണ്ഡലം അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഹോ R. അനിൽകുമാർ, ഇലക്ഷൻ കമ്മിറ്റിയുടെ രക്ഷാധികാരി കൂടിയാണ്, സഖാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഡോക്ടർ JK വിട്ടൂപ്പ് സാർ, അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, രക്ഷാധികാരിയാണ്. രക്ഷാധികാരിയായിട്ടുള്ള ഡോക്ടർ രഘുത്തമൻ ഈ വേദിയിലുണ്ട്, സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് CI ബേബി രക്ഷാധികാരിയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ XMLA ശ്രീ ജോണി നെല്ലൂർ വളരെ നേരത്തെ തന്നെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ടോമി ജോസഫ് എറണാകുളം കേരള കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്, നമ്മുടെ നാട്ടുകാരനാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജെയ്സൺ പാനിക്കുളങ്ങര RJDയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഈ വേദിയിലുണ്ട്, സ്വാഗതം ചെയ്യുകയാണ്. ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോർജ് അഗസ്തി വേദിയിലുണ്ട്, സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ വക്കച്ചൻ എലഞ്ചിക്കൽ രക്ഷാധികാരിയാണ്, സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോർജൻ പീറ്റർ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ബിജു തോമസ് സ്വാഗതം ചെയ്യുന്നു. വിവിധ കക്ഷി നേതാക്കളായിട്ടുള്ള അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മനോജ് ഗോപി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബേബി പോലോസ് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ തോമസ് തോമ്പ്രയിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷാജി പിച്ചക്കര, ശ്രീ ജിജി പുളിക്കൽ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ CPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് PK രാജേഷ് രക്ഷാധികാരിയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ A. അൻഷാദ്, സഖാവ് A. അൻഷാദ് രക്ഷാധികാരിയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമാൻ ആന്റണി പുല്ലൻ നമ്മുടെ രക്ഷാധികാരി സമിതിയിലുണ്ട്, സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ സാജനമ്പാട്ട് സ്വാഗതം ചെയ്യുന്നു.
ശ്രീ ടി പി തമ്പാൻ സ്വാഗതം ചെയ്യുകയാണ്. റഷീദ സലി ജില്ലാ പഞ്ചായത്ത് അംഗമാണ് സ്വാഗതം ചെയ്യുന്നത്. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ സിബി മാത്യു, പി എം മജീദ്, ഖജീദ മുഹമ്മദ്, മിനി ഗോപി എന്നിവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സി പി ഐയുടെ സമന്വിതനായിട്ടുള്ള നേതാവ് സഖാവ് എം എസ് ജോർജ് ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിലെ സമന്വിതരായിട്ടുള്ള നേതാക്കൾ ഈ വേദിയിൽ ഇരിക്കേണ്ടവർ തന്നെ സദസ്സിലുണ്ട്. അവരെല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ബഹുജന സുഹൃത്തുക്കളും പ്രിയപ്പെട്ട സഖാക്കളുമാണ്. വളരെ നേരത്തെ തന്നെ ഈ പരിപാടി വിജയിപ്പിക്കാൻ എത്തിച്ചേർന്നത്. ക്ഷമിക്കണം, നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള എ കെ സേവരിയായിട്ടും ഏതൊരു പരിപാടിക്കും നമ്മളോടൊപ്പം ദീർഘനാളായിട്ട് കൂടെയുണ്ട്. പ്രിയപ്പെട്ട സേവിയറിയേട്ടൻ രക്ഷാധികാരിയാണ്. പ്രിയപ്പെട്ട സേവിയറിയേട്ടനെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയ ക്ഷമിക്കും എന്ന പ്രത്യാശയോടെ എൻ്റെ ചെറുവാക്കുകൾ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. വേദിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ, പൗരപ്രമുഖന്മാർ, നമ്മുടെ പ്രിയങ്കരനായ MLA, പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാർ, ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ഇന്ത്യയായി നിലനിർത്തണമോ അതോ ഒരു ഹിന്ദു രാഷ്ട്രമായി നിലനിർത്തണമോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ രാഷ്ട്രീയ അജണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം പാഴായ 5 വർഷമാണ്. ഒരു MPയുടെ സേവനം നാളിതുവരെ നമുക്ക് ഒരാൾക്ക് പോലും അനുഭവവേദ്യമായിട്ടില്ലാത്ത 5 വർഷങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു MP എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി 2014 മുതൽ 19 വരെ നമുക്കുണ്ടായിരുന്ന ഒരു MP ഉണ്ട്, സഖാവ് ജോയ്സ് ജോർജ്. ആ 5 വർഷക്കാലത്തെ പ്രവർത്തനവും 19 മുതൽ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളും ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ മാത്രം മതി. ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ മതി. ഇതിനിടയ്ക്ക് എത്ര ദുരന്തങ്ങൾ, ദേശീയ ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. MP എന്നുള്ള ഒരു സേവനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? 5 വർഷക്കാലം നമ്മുടെ MP ആയിരുന്നയാൾ ആരായിരുന്നെന്ന് അറിയാവുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്? കഴിഞ്ഞ 5 വർഷം ഒരു MP എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ മണ്ഡലത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഒരു വാറോലയായിട്ട് വരുന്നുണ്ടല്ലോ. ദേശീയപാത വികസനമാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ വികസന അജണ്ടയിൽപ്പെടുത്തിയിരിക്കുന്നത്. ആ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് MPക്കുള്ള പങ്ക് എന്താണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ നടക്കുന്ന ഈ വികസനം കേന്ദ്ര ഫണ്ടിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് മുടക്കി ചെയ്യുന്ന ഒന്നല്ല. ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് NHൽ നടക്കുന്ന വികസനം
NH85 അതിൽ നടക്കുന്ന വികസനം എന്ന് പറയുന്നത് കോൺട്രാക്ടർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡിന്റെ പണി നടത്തുകയും അവരുടെ എസ്റ്റിമേറ്റും അവരുടെ സൂപ്പർവിഷനും അവരുടെ തന്നെ ബില്ലിങ്ങും നടത്തിക്കൊണ്ടാണ് ആ വർക്ക് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന വർക്കിൽ അതിൽ മുടക്കുന്ന പണം തിരികെ ലഭിക്കുന്നതിന് 20 വർഷക്കാലത്തേക്ക് 2 ടോൾ ബൂത്തുകൾ തുടങ്ങിക്കൊണ്ടാണ്. അതാണ് അതിൻ്റെ എഗ്രിമെന്റ്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടല്ല ആ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിഴയൊടുക്കേണ്ടി വരുന്നത് നാം ഓരോരുത്തരുമാണ്. ഞങ്ങളെല്ലാം നേര്യമംഗലത്തു നിന്ന് നിത്യം കോതമംഗലത്തിന് വരുന്ന ആളുകളാണ്. ഇന്നുവരെ ഒരു നയാ പൈസ ടോളണത്തിൽ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ MP ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള വികസനം എന്ന് പറഞ്ഞുകൊണ്ട് നാടാകെ പ്രചരിപ്പിക്കുന്ന ഈ വികസനത്തിന്റെ ഭാഗമായി നാളെ മുതൽ കോതമംഗലത്തിന് വരണമെങ്കിൽ ടോൾ ബൂത്തിൽ പണമെടുക്കണം. വരുന്നതിനൊരു ടോള്, തിരികെ പോകുന്നതിന് വേറൊരു ടോള്. അങ്ങനെ 20 വർഷക്കാലം ഈ നാഷണൽ ഹൈവേയിലൂടെ പോകുന്ന വണ്ടികളിൽ നിന്ന് ടോൾ പിരിച്ചുകൊണ്ടാണ് അതിൻ്റെ പണം മുടക്കിയ ആൾ തിരിച്ചെടുക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടേ അല്ല. പിന്നെ എന്താണ്? അതിനൊരു അനുമതി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. അത് MP അറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനം മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പോലും MP അറിഞ്ഞിട്ടില്ല. എന്തിന്? നേര്യമംഗലം പാലം. ഇപ്പോൾ അദ്ദേഹം ഉദ്ഘോഷിക്കുന്ന ഒന്നാണ് നേര്യമംഗലം പാലം. ആ പാലം കൊണ്ടുവന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് തേങ്ങയോടച്ച് ഉദ്ഘാടനം നിർവഹിച്ചു പോയ ആളോട് അതിൻ്റെ എസ്റ്റിമേറ്റ് എത്രയാണ് ആ പാലത്തിന് മാത്രമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ബബബടിക്കും. അറിയില്ല. ഇതാണ് MP-യും ഈ സംസ്ഥാനത്തെ നമ്മുടെ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധം. ഇങ്ങനെയുള്ള ഒരു MP-യെ നമ്മൾ തെരഞ്ഞെടുത്ത് വിടണമോ എന്നുള്ള ചോദ്യം. ജോയ്സ് ജോർജ് MP ആയിരുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ, നമ്മുടെ പൊതുനിരത്തുകളിൽ അതിൻ്റെ വികസനത്തിൻ്റെ രേഖകൾ നമുക്ക് കാണാൻ കഴിയും. എണ്ണി എണ്ണി പറയാൻ കഴിയും. ആ ഓരോന്നെടുത്ത് പറയുകയല്ല. അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മൾ കണ്ടല്ലോ. ആകാശ ദൃശ്യത്തിൽ നിന്നുകൊണ്ട് മനോഹരമായ ദേശീയപാത. ആ ദേശീയപാത ജോയ്സ് ജോർജ് MP-യുടെ കാലത്തുണ്ടായതാണ്. എത്ര മനോഹരമായി ആ ദേശീയപാതയെ നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു. ജോയ്സ് ജോർജ് MP-യുടെ ഫണ്ടിൽ നിന്നുകൊണ്ട് ജോയ്സ് ജോർജിൻ്റെ MP സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ചെയ്ത ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ചെയ്തതാണ്. ഏറെ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട MLA അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വിധി നിർണായകമാണ്. നമ്മുടെ സമ്മതിദാനാവകാശം നാം വിനിയോഗിക്കുമ്പോൾ നമുക്കിങ്ങനെ തന്നെ ജീവിക്കണമോ വേണ്ടയോ എന്ന ചോദ്യം ഒരിക്കൽ കൂടി ചോദിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് നിന്ന് പോകേണ്ട MP-മാർ ഇന്ത്യ എന്ന രാജ്യം നിലനിർത്താൻ, മതേതരത്വം നിലനിർത്താൻ, ജനാധിപത്യം നിലനിർത്താൻ, ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നോട്ടീസ്, ആദായ നികുതി അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കലാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർക്ക് പ്രവർത്തിക്കാൻ പണം ആവശ്യമാണ്. ഇലക്ഷൻ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരം ജനാധിപത്യ പാർട്ടികളുടെ ഫണ്ടുകൾ മരവിപ്പിക്കുന്നത്? അങ്ങനെ ആ ഫണ്ടുകൾ മരവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പിൽ നാം ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് വോട്ട് ചെയ്യേണ്ടതാണ് എന്ന സന്ദേശം മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കാൻ ജോയ്സ് ജോർജിന്റെ വിജയം അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്ന നിലയിലേക്ക് അതിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ജോയ്സ് ജോർജിന് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ സമീപസ്ഥരായിട്ടുള്ള ആളുകളുടെയും അയൽവാസികളുടെയും ബന്ധുജനങ്ങളുടെയും എല്ലാം വോട്ടുകൾ ജോയ്സ് ജോർജിന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായ MLA ശ്രീ ആന്റണി ജോൺ അവറുകളെ ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, സഖാവ് ജോയിസ് ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റ് ബഹുമാന്യരെ, ഈ മഹാസമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, അഡ്വക്കേറ്റ് ജോയിസ് ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഏറ്റവും ആവേശകരമായി തന്നെ മുന്നോട്ട് പോകുന്നതിൻ്റെ തുടർച്ചയിലാണ് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് കോതമംഗലത്തടക്കം ഇടുക്കി മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തിച്ചേരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആരോടും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ച സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമെല്ലാം ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുമ്പോൾ വലിയ തോതിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് ഉയർന്നു വരുന്ന ഒരു ചിന്താഗതി, ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രം അത് ഇങ്ങനെ തന്നെ നിലനിൽക്കുമോ അല്ലെങ്കിൽ നിലനിൽക്കണമോ എന്നുള്ള ചോദ്യമാണ്. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും ഇവിടെ ഇങ്ങനെ ഒത്തുകൂടുന്നതിനും ജാതി മത വർണ്ണ വർഗഭേദമന്യേ സമൂഹത്തിലെല്ലാം ഇടപെടുന്നതിൽ ഇന്ത്യയിലെ ഓരോ പൗരനും ഭരണഘടന നൽകുന്ന സംരക്ഷണമുണ്ട്. എന്നാൽ നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലത്തെ ഭരണം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ഭരണഘടനാ മൂല്യങ്ങളെയും എല്ലാം വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് രാജ്യത്തിൻ്റെ പൊതു അവസ്ഥ എത്തിയിരിക്കുകയാണ്. ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, ദ്വേഷവും വർഗീയതയും ഒക്കെ ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തുകയാണ്. അപ്പോൾ വിദ്വേഷവും വർഗീയതയും വിഭാഗീയത പ്രവർത്തനങ്ങളുമൊക്കെ സമൂഹത്തിനകത്ത് നടത്തുകയും മറ്റൊരു വശത്ത് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണമായി ഈ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്തെ സംബന്ധിച്ച്, രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മളെല്ലാം നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷ സ്വഭാവവുമെല്ലാം അത് അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷ അംഗങ്ങളുടെ കൃത്യമായ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കെല്ലാം നല്ല ബോധ്യമുള്ളതാണ്. ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തടക്കം. അപ്പോൾ പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ കൃത്യമായ ഇടപെടൽ അത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. UPA ഗവൺമെൻറ്റിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ ആ നിലയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ MP-മാർ പാർലമെൻറ്റിനകത്ത് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന പ്രദേശം നമ്മുടെ കൊച്ചു കേരളമാണ്. എല്ലാ കാലത്തും ഒരു സെക്കുലർ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മലയാളികൾ അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉചിതമായ സമയം എന്നുള്ള നിലയിൽ തന്നെയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് അടക്കമുള്ള 20 LDF സ്ഥാനാർത്ഥികളെയും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി നമ്മൾ പങ്കെടുക്കുന്നവരാണ്. പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ അടക്കം ഇങ്ങോട്ട് തുടങ്ങി. നമ്മുടെ നിയോജക മണ്ഡലം കൺവെൻഷനും തുടർച്ചയിൽ പഞ്ചായത്ത് തലത്തിലുള്ള കൺവെൻഷനുകളും മുഴുവൻ ബൂത്ത് കൺവെൻഷനുകളും അടക്കം നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയിൽ കുടുംബയോഗങ്ങളിലേക്കെല്ലാം നമ്മളിപ്പോൾ കിടക്കുകയാണ്.
അപ്പോൾ ഈ പിന്നിട്ട ദിവസങ്ങളിലെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ സുരക്ഷിതമായ ഭാവി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പാർലമെന്റിനകത്ത് ഇടതുപക്ഷ അംഗങ്ങളുടെ വ്യക്തമായ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ നിലയിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന് എല്ലാ മേഖലയ്ക്കകത്തും വലിയ തോതിലുള്ള സ്വീകാര്യത ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ സംബന്ധിച്ച് നിങ്ങളോട് ആരോടും ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. ഒരു പാർലമെന്റ് അംഗം, ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് 2014 മുതൽ 19 വരെയുള്ള ആ ഒരു സമയം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും വിസ്തൃതമായ മണ്ഡലമാണ്. ഇടുക്കി ജില്ല പൂർണ്ണമായും കോതമംഗലവും മൂവാറ്റുപുഴയും അടങ്ങുന്ന ഈ വിസ്തൃതമായ മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു എംപിയുടെ സാമീപ്യം എപ്പോഴെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പാർലമെന്റിനകത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, നമുക്കറിയാം നമ്മുടെ മണ്ഡലത്തിന്റെ പ്രത്യേകത, ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട അടക്കമുള്ള നിരവധി വിഷയങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷം അടക്കമുള്ള വിഷയങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഉയർന്നു വരുന്നപ്പോൾ പാർലമെന്റിനകത്ത് ഏറ്റവും കൃത്യമായി ഇടപെടുകയും പാർലമെന്റിന് പുറത്ത് ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അവിടെ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമുക്ക് നല്ല ബോധ്യമുള്ളതാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6-ാം മൈലിൽ നിന്നും നമ്മുടെ മാമലക്കണ്ടം കൂടി പോകുന്ന വഴി അവിടെ നിർമ്മിച്ചിരുന്ന കലങ്കുകൾ രാത്രിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തോട്ട വെച്ച് തകർത്തൊരു സംഭവം ഉണ്ടായി. അവിടെ ആദിവാസി സമൂഹം അടക്കമുള്ള ജനങ്ങളുടെ യാത്രാമാർഗം, ഏക യാത്രാമാർഗമായ ഒരു വഴിയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടടക്കം അദ്ദേഹം സ്വീകരിച്ച നിലപാട് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അന്ന് ബഹുമാന്യനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് വനംവകുപ്പ് മന്ത്രി. അന്ന് UDF ഗവൺമെന്റ് വനംവകുപ്പ് മന്ത്രി അടക്കം സ്വീകരിച്ച നിലപാടുകൾ, അതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അതിശക്തമായ ഇടപെടൽ വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയുണ്ടായി. പിന്നീട് ഈ കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിനകത്ത് ഗവൺമെന്റ് ഇടപെടുകയും മുഖ്യമന്ത്രി അടക്കം ഇടപെടുകയും അതിൻ്റെ തുടർച്ചയിൽ നമുക്കറിയാം 6-ാം മൈൽ മുതൽ അങ്ങോട്ട് ഏതാണ്ട് 10-10.5 കിലോമീറ്റർ 5 കൂടി വരെ എളംപ്ലാശ്ശേരി വരെയുള്ള അതിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചു. അപ്പം ഞാനൊരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഒരു പാർലമെന്റ് അംഗം പാർലമെന്റിനകത്ത് മാത്രമല്ല ജനകീയ വിഷയങ്ങളിലും, പ്രത്യേകിച്ച് ഇടുക്കിയുടെ പ്രത്യേകമായ ഒരു സാഹചര്യവും ഇടുക്കിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലെല്ലാം അദ്ദേഹം സജീവമായി ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം, വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയായി വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം. നമ്മുടെ മണ്ഡലത്തിൽ പരിശോധിച്ചാലും ഏതാണ്ട് 5 പഞ്ചായത്തുകളിൽ ഏറിയും കുറഞ്ഞും ആ പ്രശ്നം നിലനിൽക്കുകയാണ്. അടുത്തിടെയായ ചില ദാരുണമായ സംഭവങ്ങൾ ഉൾപ്പെടെ കാഞ്ഞിരവേലിയിലും നമ്മുടെ പുന്നേക്കാട് അടക്കമുള്ള മാമലക്കണ്ടത്ത് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റ് എന്നുള്ള പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന ഇടപെടലുകൾ ഗവൺമെന്റ് നടത്തുകയാണ്. ഇവിടെ 972 നിയമമാണ് ഇതിന് പ്രധാന തടസ്സമെന്ന് മനസ്സിലാക്കി അതിനകത്ത് കൃത്യമായ മാറ്റവും ഇടപെടലുകളും ഒക്കെ വരുത്തേണ്ട ആളുകൾ, പാർലമെന്റ് അംഗങ്ങൾ, നമുക്കറിയാം ഇവിടെ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വയനാട് മണ്ഡലത്തിലും നമ്മുടെ ഇടുക്കി മണ്ഡലത്തിലും അടക്കമാണ് ഏറ്റവും കൂടുതൽ വന്യജീവി ശല്യം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ അവരുടെ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെയുള്ള ഇടപെടലുകൾ പരിശോധിക്കുമ്പോൾ ആ വിഷയത്തിനൊരു ശാശ്വത പരിഹാരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മാർത്ഥമായ ഇടപെടൽ ഞാൻ ഈ സൂചിപ്പിച്ച ബഹുമാന്യരായ 2 വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും അത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നമ്മൾ കാണുന്നത് എന്താ, അദ്ദേഹം ഒരു ഈ ടൂറിസ്റ്റ് വിസയിലടക്കം വന്ന് സന്ദർശിച്ച് പോകുന്നത് പോലെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കടന്നു വരികയും സംസ്ഥാന ഗവൺമെന്റിനെ പഴി പറഞ്ഞു പോകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്.
ഇവിടെ ഇടുക്കിയിലും നമ്മുടെ പ്രദേശത്തും എന്താ സ്ഥിതി? ഈ വിഷയത്തിൻ്റെ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് ജനങ്ങളോട് തുറന്നു പറയാതെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് കൃത്യമായി ഇടപെടാൻ കഴിയുന്ന, നിലപാടെടുക്കാൻ കഴിയുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് അടക്കമുള്ള അത്തരത്തിലുള്ള ആളുകളാണ് വിജയിച്ചു വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളടക്കം വളരെ ഗൗരവത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുകയാണ്. ഞാൻ മറ്റധികം കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രി സമ്മേളന വേദിയിലേക്ക് എത്തുകയാണ്. സഖാവ് പിണറായിക്ക് കോതമംഗലം അസംബ്ലി മണ്ഡലത്തിൻ്റെ പേരിലുള്ള സ്വാഗതം നൽകിക്കൊണ്ട് മണ്ഡലം സെക്രട്ടറി സഖാവ് കെ ജോയും അതുപോലെ ചെയർമാൻ PT ബെന്നിയും ഉപഹാരം സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ബഹുമാനനായ മുഖ്യമന്ത്രി വേദിയിൽ എത്തിയിട്ടുണ്ട്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി അടക്കം കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് കോതമംഗലത്തടക്കം നന്നേ രാവിലെ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജായി മാറിക്കൊണ്ട് ഒരു മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ നമുക്ക് വിജയിപ്പിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ആത്മാർത്ഥമായി ഇടപെടണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, കേരള സംസ്ഥാനത്തിൻ്റെ അമരക്കാരൻ സഖാവ് പിണറായി വിജയൻ സഖാവ് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പും പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ് ഈ തെരഞ്ഞെടുപ്പ്.
ഇവിടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നുവെന്ന ആശങ്കയാണ് രാജ്യത്ത് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. അത് എങ്ങനെ തടയാം? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുന്നു. ഒരുപാട് ദുരനുഭവങ്ങളാണ് നമുക്കുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത്. ആ സർക്കാർ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് RSS ആണ് എന്നെല്ലാവർക്കും അറിയാം. RSSൻ്റെ നേതൃത്വം അംഗീകരിച്ച പാർട്ടിയാണ് BJP. RSS ഈ അടുത്ത നാളുകളിലാണ് നാഗ്പൂരിൽ വെച്ച് അവരുടെ ദേശീയ സമ്മേളനം ചേർന്നത്. ആ സമ്മേളനത്തിൽ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനം RSS നടത്തുകയുണ്ടായി. RSSൻ്റെ ഒരു പ്രത്യേകത, ആ സംഘടന ജനിച്ച നാൾ മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. എങ്ങനെയൊക്കെ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാം, ഇതിനാണ് RSS എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ നാഗ്പൂർ സമ്മേളനത്തിൽ RSS നടത്തിയ പ്രഖ്യാപനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. നമ്മുടെ രാജ്യം വിവിധ തരത്തിലുള്ള മതനിരപേക്ഷത തകർക്കാനുള്ള നടപടികൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. പലതരത്തിലുള്ള വംശീയാക്രമണങ്ങളടക്കം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നു. ഇപ്പോഴും നാടിൻ്റെ മതനിരപേക്ഷ മനസ്സ് നേറിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് മണിപ്പൂരിലുണ്ടായ ദുരനുഭവങ്ങൾ. ഒരു വിഭാഗം ജനങ്ങളെ നിഷ്കാസനം ചെയ്യിക്കാനുള്ള നടപടികളാണ് അവിടെ അരങ്ങേറിയത്. പൂർണ്ണമായും വംശഹത്യയുടെ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. ആ കാര്യത്തിൽ രാജ്യത്തെ ഗവൺമെൻറ് സാധാരണഗതിയിൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങണം. ജനങ്ങളിൽ ഒരു വിഭാഗത്തെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും അവരുടെ വീടുകൾ, വസ്തുവകകൾ, സ്ഥാപനങ്ങൾ എല്ലാം പിടിച്ചെടുക്കാനും നശിപ്പിക്കാനും, ഒരു വിഭാഗത്തെ ജീവിക്കാൻ അനുവദിക്കാതെ ആട്ടിപ്പായിക്കാനുമൊക്കെ തയ്യാറാകുമ്പോൾ ആ ഇരകൾക്കനുകൂലമായ നടപടികളാണ് സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത്. പക്ഷേ അതല്ല നമുക്ക് കാണാൻ കഴിയുന്നത്.
അക്രമികൾക്ക് പിന്തുണ നൽകുന്ന ഗവൺമെൻറ് സംവിധാനങ്ങളെയാണ് മണിപ്പൂരിലായാലും കേന്ദ്രത്തിലായാലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നൊരു കാര്യമല്ല. RSS അവരുടെ നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് രാജ്യത്തെ ന്യൂനപക്ഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണ് എന്നതാണ്. അവർ രണ്ട് ന്യൂനപക്ഷങ്ങളുടെ പേര് തന്നെ എടുത്തു പറയുകയുണ്ടായി. അതിലൊന്ന് ക്രിസ്ത്യാനിയും മറ്റൊന്ന് മുസ്ലിമുമാണ്. ഈ രണ്ടു കൂട്ടർക്ക് പുറമെ മറ്റൊരാഭ്യന്തര ശത്രു കൂടി RSSനുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇത് RSSൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് അവരുടെ ഭാഷയിൽ ഗുരുജി ഗോൾവാൾക്കർ പ്രഖ്യാപിച്ച കാര്യമാണ്. മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണ് എന്നത്. ഈ ആഭ്യന്തര ശത്രുക്കൾ എന്നത് RSS സ്വീകരിച്ചത് അവരെപ്പോഴും പറയുന്ന ആർഷഭാരത സംസ്കൃതിയിൽ നിന്നല്ല. ആർഷഭാരത സംസ്കൃതിയിൽ അങ്ങനെ ജനങ്ങളുടെ ഒരു വിഭാഗത്തെ ശത്രുക്കളായി കാണാൻ പറയുന്നില്ല. മാത്രമല്ല, അവരംഗീകരിക്കുന്ന രാജ്യത്തെ വേദേതിഹാസങ്ങളിലൊന്നും ഈയൊരു പരാമർശമോ സംജ്ഞയോ ഇല്ല. എവിടുന്നാണ് അവർക്ക് ഈ ആശയം കിട്ടിയത്? ആ ആശയം നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായുള്ളതല്ല. എന്നാൽ ലോകത്ത് അത്തരമൊരു ആശയം ഉയർത്തി അതിൻ്റെ ഭാഗമായി ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ച ഒരു ഭരണകർത്താവും ഒരു രാജ്യവുമുണ്ട്. അത് ഹിറ്റ്ലറും ജർമ്മനിയുമാണ്. ഹിറ്റ്ലറുടെ നാസിസത്തിന് ജൂതര്, അവിടുത്തെ ന്യൂനപക്ഷം ആഭ്യന്തര ശത്രുവായിരുന്നു. ഹിറ്റ്ലറാണ് ഇത് ആദ്യം പറഞ്ഞയാൾ. ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കൾ ജൂതരും ബോൾഷെവിക്കുകളുമാണ് എന്നാണ് ഹിറ്റ്ലർ പറഞ്ഞത്. ഈ ആഭ്യന്തര ശത്രുവിനെ നേരിടുന്നതാണ് പിന്നെ ജർമ്മനിയിൽ കണ്ടത്. കൂട്ടക്കൊല, പൈശാചികമായ, ലോകം ആകെ അപലപിച്ച ഭീകരത. അത് അപലപിക്കാത്ത, അത് അംഗീകരിച്ച ഒരു കൂട്ടരേയുള്ളൂ. അത് RSS ആണ്. അവർ ഈ ആശയം സ്വീകരിച്ചുകൊണ്ട് പിന്നീട് പറഞ്ഞത്, രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതിന് ഉദാത്തമായ മാതൃകയാണ് ജർമ്മനി കാണിച്ചത്. അത് അനുകരണീയമായ മാതൃകയാണ്. അപ്പോൾ ആ മാതൃക ഇവിടെ തുടരാനാണ് RSS ആഗ്രഹിക്കുന്നത്. RSS സംഘപരിവാർ നടത്തുന്ന എല്ലാ വർഗീയമായ നീക്കങ്ങളും
അതിൻ്റെ ഭാഗമായുള്ള ആക്രമണങ്ങളും ലഹളകളും എല്ലാം ഈ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ RSS നിയന്ത്രിക്കുന്ന BJPയുടെ കയ്യിലാണ് ഇപ്പോൾ കേന്ദ്രഭരണം. അതുകൊണ്ട് തന്നെ RSSൻ്റെ അജണ്ട ഇവിടെ ശക്തമായി നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ക്രിസ്ത്യാനിയുള്ളിടത്ത് ക്രിസ്ത്യാനിയെ ആക്രമിക്കാനും മുസ്ലിം ഉള്ളിടത്ത് മുസ്ലിമിനെ ആക്രമിക്കാനുമൊക്കെ ഉള്ള വർഗീയ നീക്കങ്ങൾ അരങ്ങേറുന്നത്. ഒരുപാട് വർഗീയ സംഭവങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായ അനുഭവം നമുക്കുണ്ട്. ഇവിടെയെല്ലാം കാണാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യം, ആ കലാപങ്ങൾക്ക് ഇരയായവരുടെ കൂടെയല്ല സർക്കാർ നിന്നത്. നേരെ മറിച്ച് കലാപം നടത്തിയവരുടെ കൂടെ, കലാപം നടത്തിയവർക്ക് പിന്തുണ, കലാപത്തിന് ഇരയായവരുടെ നേരെ നടപടികൾ, അവരെ കേസിൽപ്പെടുത്തൽ എല്ലാം നമ്മുടെ രാജ്യത്തുണ്ടായി. ഇത് ഒരുപാട് സംഭവങ്ങളായതുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇതിൻ്റെ തുടർച്ചയായി RSS ഇപ്പോഴൊരു കാര്യം പറഞ്ഞു വച്ചിരിക്കുകയാണ്. അത് രാജ്യത്ത് ന്യൂനപക്ഷം എന്നൊന്നില്ല. പോരെ, ന്യൂനപക്ഷം എന്നൊന്ന് ഇന്ത്യ രാജ്യത്തില്ല. ഇവിടെ ചിലരെ ന്യൂനപക്ഷമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പച്ചയായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. അപ്പോൾ ഹിന്ദു മാത്രമേ ഇവിടെയുള്ളൂ. ഈ രാജ്യത്ത് ഒട്ടേറെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട്, തലമുറകളായി ജീവിക്കുന്നുണ്ട്. ചിലർ കുറച്ചധികം നമ്പറുണ്ട്, ചിലർ അത്രയധികം നമ്പറില്ല. ഈ എല്ലാ വിഭാഗത്തിനും നമ്മുടെ രാജ്യത്തെ ഭരണഘടന കൃത്യമായ സംരക്ഷണം നൽകുന്നുണ്ട്. ഈ രാജ്യത്ത് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശമനുസരിച്ച്, തൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും ഇവിടെ കഴിയും. ഇതിൻ്റെ ഭാഗമായി തന്നെ ആരെങ്കിലും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ അങ്ങനെയും ജീവിക്കാം. എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ പരിഗണനയുമാണ്. നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ഇവിടെ നിയമത്തിനു മുന്നിൽ തുല്യതയും പരിരക്ഷയുമാണ്. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തുല്യതയും പരിരക്ഷയും ഉറപ്പ് നൽകുന്നത് ഇന്ത്യയിലെ പൗരർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. പൗരരായാലും അല്ലെങ്കിലും അവർക്കെല്ലാം പരിരക്ഷയുണ്ട്. ഭരണഘടനയുടെ അതുമായി ബന്ധപ്പെട്ട പദം വ്യക്തികളെന്നാണ്. നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയും ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കുമാണ് ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളത്. ആ അവസ്ഥയാണ് ഇവിടെ മാറ്റിമറിക്കാൻ നോക്കുന്നത്. എല്ലാം ഒരു വിഭാഗം മാത്രമാണ്. രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുണ്ട്, വിവിധ മതവിഭാഗങ്ങളുണ്ട്,
വിവിധ വിശ്വാസ രീതികളുണ്ട്, വിവിധങ്ങളായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, ഭാഷ വ്യത്യസ്തമാണ്, പല രീതിയിലുള്ള സംസ്കാരം പ്രദേശങ്ങൾ തിരിച്ച് തന്നെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നാനാത്വം, ആ നാനാത്വത്തിലുള്ള ഏകത്വം, ഇതാണ് നമ്മുടെ സംസ്കാരം, രാജ്യത്തിൻ്റെ സംസ്കാരം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ സ്വാംശീകരിച്ചാണ് രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടായത്. അവിടെയാണ് RSS പറയുന്നത്, ഇവിടെ മറ്റൊരു വിശ്വാസികളും വേണ്ട, ഹിന്ദുവിൻ്റെ മതം മാത്രം മതി, എല്ലാവരും ഹിന്ദുക്കളാണ്. ഇതാണ് RSS ഉയർത്തിയിട്ടുള്ള വാദഗതി. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമാണ്. അടുത്ത വർഷം രാജ്യത്ത് RSS ജനിച്ചതിൻ്റെ 100-ാം വർഷമാണ്. RSSൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള നടപടികൾ ഇതിനകം തന്നെ കേന്ദ്ര ഗവൺമെൻറ് പലതരത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികളെടുക്കുമ്പോൾ ആ നിലപാട് സംബന്ധിച്ച് കൃത്യമായി വ്യക്തതയോടെ ന്യൂനപക്ഷങ്ങൾ തന്നെ സമീപിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഭയുടെ ഒരു പ്രസിദ്ധീകരണമാണ് സത്യദീപം. ആ സത്യദീപത്തിൻ്റെ മുഖലേഖനം അടുത്ത നാളിൽ വരികയുണ്ടായി. അവർ പറഞ്ഞത്, ഏകീകൃത സിവിൽ കോഡ് മുസ്ലിമിനെ മാത്രം ബാധിക്കുന്ന ഒന്നാണെന്നാണ് പൊതുധാരണ. എന്നാൽ അത് മുസ്ലിമിനെ മാത്രം ബാധിക്കുന്നതല്ല, രാജ്യത്തെ എല്ലാവരെയും അത് ബാധിക്കും. ഇന്ത്യയിൽ വിവിധങ്ങളായ സംസ്കാര രീതികളുണ്ട്, വ്യക്തി നിയമങ്ങളുണ്ട്. വിവിധ വിഭാഗങ്ങളുടെ ഇടയിലുള്ള വ്യക്തി നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഇതെല്ലാം ഏകീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് മുസ്ലിമിനെ മാത്രമല്ല ബാധിക്കുക, രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. കൃത്യമായ വീക്ഷണമാണത്. അതിൻ്റെ യഥാർത്ഥ പൊരുളാണ് സത്യദീപം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ രാജ്യത്ത് ഇതുപോലുള്ള നടപടികൾ രാജ്യത്തിൻ്റെ വൈവിധ്യം ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള നടപടികളുടെ ആത്യന്തിക ഫലം നമ്മുടെ രാജ്യത്തിൻ്റെ തകർച്ചയാണ്. രാഷ്ട്രത്തിന് വലിയ ആഘാതമാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. വലിയ അപകടം രാഷ്ട്രത്തിന് വന്നു ചേരുമെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ അതീവ ഗൗരവത്തോടെ കാണുന്നതിന് ഇടയാക്കുന്ന കാര്യം. ഇതോടൊപ്പം തന്നെ ജനാധിപത്യ വ്യവസ്ഥിതി വലിയ തോതിൽ അപകടപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതി അപകടപ്പെടുന്നുവെന്ന് കണ്ട് ലോക സംഘടനകൾ, ഇന്ത്യയുടെ സുഹൃത്തുക്കളായ രാഷ്ട്രങ്ങൾ പലതും ഇന്ത്യയുടെ നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ എന്തും ചെയ്യുക എന്നൊരു മാനസികാവസ്ഥയോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളെ ആ രീതിയിലാണ് തലങ്ങും വിലങ്ങും ഉപയോഗിക്കുന്നത്.
ഇവിടെ അടുത്ത കാലത്ത് ഏറ്റവും അധികം രാജ്യവും ലോകവും ശ്രദ്ധിച്ച കാര്യമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. അത് കെജ്രിവാൾ തന്നെ കോടതിയിൽ പറഞ്ഞു, വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന്. ഒരു തെളിവും തനിക്കെതിരെ ഹാജരാക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആകെ അന്വേഷണ ഏജൻസികൾ ആശ്രയിച്ചത് ഒരാൾ കൊടുത്ത മൊഴിയാണ്. ആ ആളെപ്പറ്റിയും കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ആ മൊഴി കൊടുത്തയാളെ ആദ്യം അറസ്റ്റ് ചെയ്ത് ED കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ മറ്റ് സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് വരുതിയിലാക്കി എന്നാണ് കെജ്രിവാൾ ആരോപിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹവും വ്യവസായിയാണ്. ആ വ്യവസായി വലിയ സംഖ്യ BJPക്ക് ഇലക്ട്രൽ ബോണ്ടായിട്ട് നൽകി. അത് കിട്ടിയപ്പോൾ മാത്രമല്ല, കസ്റ്റഡിയിൽ വെച്ച് ഇദ്ദേഹത്തെ ഒരു മാപ്പുസാക്ഷിയാക്കാനുള്ള നീക്കങ്ങൾ നടത്തി. അങ്ങനെ ആ മനുഷ്യൻ മാപ്പുസാക്ഷിയായി അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി കൊടുത്തു. ആ മൊഴി മാത്രം ആധാരമാക്കിയാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. കാണേണ്ടത്, ഒരു തെളിവുമില്ലാത്ത ഒരു കേസ്, പ്രതിയായ ഒരാൾ കസ്റ്റഡിയിൽ വെച്ച് സമ്മർദ്ദം ചെലുത്തി, അതിൻ്റെ ഭാഗമായി മാപ്പുസാക്ഷിയാക്കി, ആ മാപ്പുസാക്ഷിയുടെ മൊഴി മുഖ്യമന്ത്രിക്കെതിരെ ഉപയോഗിക്കുന്ന നിലയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞ കാര്യം. ഇപ്പോൾ 2 ദിവസം മുൻപ് ഡൽഹിയിൽ 10,000 പങ്കെടുത്ത ഒരു റാലി ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. എല്ലാവരും അതിൽ പങ്കുവഹിച്ചു. ആ റാലി കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള താക്കീതായിട്ടാണ് മാറിയത്. ജനങ്ങളുടെ വ്യക്തമായ താക്കീത്. ഇത്തരം നീക്കങ്ങൾ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പ്, അത് BJPക്കുള്ളതാണ്, BJP ഗവൺമെൻറ്റിനുള്ളതാണ്. പക്ഷേ ഇതിന് മറ്റൊരു മാനം കൂടിയുണ്ട്. ആ മാനം നമ്മുടെ ഇപ്പോൾ റാലിയിൽ പങ്കെടുത്ത കോൺഗ്രസ്സിന് ഒരു അനുഭവ പാഠം സമ്മാനിച്ചു. അതെന്താണ്? നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് വിവിധ ഏജൻസികൾ ഉപയോഗിച്ച് CBI ആകാം, ED ആകാം, സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാകാം, ഇപ്പോൾ അടുത്ത കാലത്ത് ഇൻകം ടാക്സും ആ പട്ടികയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഏജൻസികൾ രാജ്യത്താകെ BJPക്കാരല്ലാത്ത പ്രതിപക്ഷ രാഷ്ട്രീയക്കാരുടെ നേരെ തലങ്ങും വിലങ്ങും കേസെടുത്ത് നടക്കുകയാണ്. ഇതിന് കോൺഗ്രസും വരെയായിട്ടുണ്ട്. കോൺഗ്രസ്സിലെ പല പ്രധാനികൾക്ക് നേരെ കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് വ്യത്യസ്തമായൊരു നിലപാടായിരുന്നു. തങ്ങളുടെ നേതാക്കളെ നേരെ വരുമ്പോൾ അതിനെ എതിർക്കും. മറ്റു കാര്യങ്ങളിൽ കോൺഗ്രസ് ഇതരരായ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേരെ
ഇതുപോലുള്ള കേന്ദ്ര ഏജൻസിയുടെ നീക്കം നടക്കുമ്പോൾ കോൺഗ്രസ് കേന്ദ്ര ഏജൻസിയോടൊപ്പമാണ് നിൽക്കുക. കേന്ദ്ര ഏജൻസിയുടെ കൂടെ നിന്ന് അവർക്ക് പിന്തുണ നൽകുന്ന വാദഗതികളാണ് അവതരിപ്പിക്കുക. ഇതിൻ്റെ ഏറ്റവും കടുത്ത ഉദാഹരണമാണ് കെജ്രിവാൾ. കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് ഈ പറയുന്ന ഡൽഹി ഗവൺമെൻറ്റിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തി കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ മനീഷ് സിസോദിയ എന്ന പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ ED അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ജയിലിലാണ്. എന്താ EDക്ക് വരാൻ സൗകര്യം ഉണ്ടാക്കിയത്? EDക്ക് വരാൻ സൗകര്യമൊരുക്കിയത് കോൺഗ്രസ്സാണ്. ഈ പ്രശ്നത്തിൽ ഏറ്റവും വലിയ ആരോപണക്കാരായിട്ട് വന്നത്, ആരോപണം ഉന്നയിക്കുന്നവരായി വന്നത് കോൺഗ്രസ്സാണ്. ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, അവിടുത്തെ പോലീസിൽ ഒരു കേസ് കൊടുക്കും. ആ കേസ് നിറഞ്ഞ സന്തോഷത്തോടെ പോലീസ് രജിസ്റ്റർ ചെയ്തു. കാരണം കെജ്രിവാളിനെ കൊടുക്കാൻ കിട്ടുന്ന അവസരമാണെന്ന് അവർക്കറിയാം. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തപ്പോഴാണ് EDക്ക് കടന്നു വരാൻ പറ്റിയത്. ED കടന്നു വന്നു, സിസോദിയെ അറസ്റ്റ് ചെയ്തു, മറ്റു പലരെയും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ മനീഷിനെ അറസ്റ്റ് ചെയ്തപ്പോൾ, അവിടുത്തെ മന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതികരണം, എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? കെജ്രിവാളല്ലേ ഇതിൻ്റെ മുഖ്യ സൂത്രധാരകൻ. മുഖ്യ സൂത്രധാരനെ ഒഴിവാക്കി പോകാൻ പാടുണ്ടോ? അദ്ദേഹത്തെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ പേരിലല്ലേ കേസെടുക്കേണ്ടത്? എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസില്ല? ഇതേതെങ്കിലും ഒരു അറിയപ്പെടാത്ത കോൺഗ്രസ്സുകാരൻ പറഞ്ഞ കാര്യമല്ല. കോൺഗ്രസ് പാർട്ടി പൊതുവിലെടുത്ത നിലപാടായിരുന്നു. ശക്തമായ വാദം EDക്ക് അനുകൂലമായി കൂടുതൽ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഇവിടെ ഈ ഘട്ടത്തിൽ ഇതിൻ്റെ യഥാർത്ഥ വശം തിരിച്ചറിഞ്ഞുവെങ്കിൽ നല്ല കാര്യമാണ്. കാരണം ആ റാലിയിൽ എല്ലാ കോൺഗ്രസിൻ്റെ പ്രാമാണികരായ നേതാക്കളും ഇരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. നല്ലതാണത്, അതിനെ നമ്മളാരും തള്ളിപ്പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യായിരുന്നു. ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്ന് തുറന്ന് സമ്മതിക്കാമായിരുന്നു. അത് കണ്ടില്ല. ഇതിലാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സുപ്രീം കോടതിയുടെ നിലപാട്. സഞ്ജയ് സിംഗിനെ, AAPയുടെ പാർലമെന്റ് അംഗത്തിന് ജാമ്യ ഹർജി കേട്ടപ്പോൾ സുപ്രീം കോടതി EDയോട് ചോദിച്ചു, നിങ്ങൾ ജാമ്യത്തെ എതിർക്കാതിരിക്കുന്നോ? അല്ല ഞങ്ങൾ ഉത്തരവ് കൊടുക്കണോ? അവിടെ നിർത്തിയില്ല. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത നടപടികളെ ആകെ തള്ളിപ്പറയേണ്ടതായിട്ട് വരും. ഏതാ വേണ്ടത് നിങ്ങൾ പറയണം. എന്താ അതിൻ്റെ അർത്ഥം? ED സ്വീകരിച്ച നടപടികൾ ഒരു ന്യായീകരണവുമില്ലാത്തതാണ്, നിയമത്തിന് മുന്നിൽ നിൽക്കാത്തതാണ് എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെയല്ല, ഈ വാചകം അതാണ്. ആ ഉത്തരവ് വരാതിരിക്കലാണ് നല്ലത്, നിങ്ങൾ ജാമ്യത്തെ എതിർക്കാതിരുന്നാൽ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ
ഇ ഡിക്ക് വേണ്ടി ഹാജരായ വക്കീൽ പിന്നീട് ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് നിർബന്ധിതമായി ന്യായമില്ല, നിയമവശമില്ല, നിയമപ്രകാരമല്ല, നിയമവിരുദ്ധമാണ്, ഇതെല്ലാം അതിലടങ്ങിയിരിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതി മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോയില്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും പോയില്ല. ഇ ഡി എതിർക്കാത്തതുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. ഇതാണ് കേസ്. ആ കേസിന്റെ ആരംഭഘട്ടത്തിലാണ് കെജ്രിവാളിനെ പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് BJP സർക്കാരിനോടൊപ്പവും ആ സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളോടൊപ്പവും നിന്നത്. ഇതെല്ലായിടവും നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായി ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു സംസ്ഥാനമാണ്. നമ്മുടെ നാടിനാണെങ്കിൽ ഒരുപാട് ആവശ്യങ്ങളാണുള്ളത്. ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ അതിനു മാത്രം മതിയായ പണം നമ്മുടെ കയ്യിലില്ല. എന്നാൽ പലതും ഇവിടെ നടക്കേണ്ടതുണ്ട്. നാടിൻ്റെ വികസനത്തിന് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കാൻ കഴിയേണ്ടതുണ്ട്. പണം എവിടുന്ന്? സാധാരണ ബജറ്റിനെ മാത്രം ആശ്രയിച്ച് നിന്നാൽ നാടിൻ്റെ വികസനം ഉറപ്പുവരുത്താനാകില്ല. അതുകൊണ്ടാണ് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ 5 വർഷം കിഫ്ബിയിലൂടെ 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. 5 വർഷം പൂർത്തിയായപ്പോൾ 50 അല്ല 62, ഇപ്പോഴത് 80. നമ്മുടെ നാട്ടിലാകെ കാണുന്ന വിദ്യാലയങ്ങളുടെ കാര്യം, ആശുപത്രികളുടെ കാര്യം, വിവിധ റോഡുകളുടെ വികസനം, വിവിധ പാലങ്ങൾ, വിവിധ ഓവർബ്രിഡ്ജുകൾ, മറ്റൊട്ടേറെ പദ്ധതികൾ, ഇതിലെല്ലാം കിഫ്ബിയുടെ പണമുണ്ട്. ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് കൈക്കലാക്കി. കാരണം നാഷണൽ ഹൈവേ നമ്മൾ നടപ്പാക്കാൻ മുൻകൈയെടുത്തപ്പോൾ ഭൂമിക്ക് വലിയ വിലയാണ്, നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്, നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തോട് പറയുന്ന നിലയുണ്ടായി. നമ്മൾ പ്രത്യേക ഗതികേടിലായിരുന്നു. കാരണം എടുക്കേണ്ട സമയത്ത് എടുത്തു കൊടുക്കാത്തതിൻ്റെ പാവഭാരം നാം പേറേണ്ടി വന്നു. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടുള്ള ശിക്ഷ നമ്മൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അവസാനം ചർച്ചയിലൂടെ 25% സംസ്ഥാനം നൽകണം എന്ന നിലയിലേക്ക്. എത്രയാ? 5,600 കോടിയിലധികം രൂപ. ആ 5,600 കോടിയിലധികം രൂപ നൽകിയത് കിഫ്ബിയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിന്. അത് വാങ്ങി കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഈ കിഫ്ബിക്കെതിരെ ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്ന ആരാ? കേരളത്തിലെ പ്രതിപക്ഷം, കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് എല്ലാം വാദങ്ങൾ ഉയർത്തുകയല്ലേ. ഇ ഡി ഒരു നോട്ടീസ് അയക്കുന്ന നില വന്നല്ലോ. ഇവിടെ ഫെമയുടെ ലംഘനം വന്നിരിക്കുന്നു.
അനധികൃത പണ കൈമാറ്റം നടന്നിരിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള വാദഗതികളുമായിട്ടാണല്ലോ ഇ ഡി രംഗത്ത് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയാണല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെയും വാദം. ഇതല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ഇത് ശരിയാണല്ലോ, ഇതിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? നിങ്ങൾ ഒത്തുകളിക്കുകയല്ലേ? എന്താണ് നിങ്ങൾ നടപടിയിലേക്ക് കടക്കാത്തത്? ഇതല്ലേ ചോദ്യം. നിങ്ങൾ വല്ല പാഠവും പഠിക്കുന്നുണ്ടോ? ഈ കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വല്ല പാഠവും ഉൾക്കൊള്ളുന്നുണ്ടോ? നിങ്ങൾ വളരെ സങ്കുചിതമായ വൃത്തത്തിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഇ ഡിയെ പിന്താങ്ങേണ്ടത്? എന്ത് കാര്യമാണ് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികളെ പിന്താങ്ങൽ? കേരളം നിങ്ങൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്നൊരു സംസ്ഥാനം. അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് കാണും. ആ പ്രയാസം എൽ ഡി എഫിനോട് കാണും. പക്ഷേ എൽ ഡി എഫിനെ നേരിടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയാണോ? നിങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? ജനങ്ങളെ അണിനിർത്താനല്ലേ നോക്കേണ്ടത്? എൽ ഡി എഫിനെതിരെ വസ്തുതാപരമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയറോ? നിങ്ങൾ പറയുന്നതൊന്നും ജനങ്ങൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒന്നിലും വസ്തുതയില്ലാത്തതുകൊണ്ടാണല്ലോ. വസ്തുതാവിരുദ്ധമായ കെട്ടിച്ചമച്ച കഥകളല്ലേ നിങ്ങൾ പറയുന്നത്? ജനങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യവും അറിയാലോ. ഞാൻ ആ വശത്തേക്ക് അധികം പോകുന്നില്ല, അത് പറഞ്ഞാൽ കുറേ അധികം പറയേണ്ടതായിട്ട് വരും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കിഫ്ബിയെ ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പിന്തുണ നൽകിയ കിഫ്ബിയെ കേസിൽപ്പെടുത്താനാണ് ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത്. ഇന്നതാ അന്ന് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ തോമസ് ഐസക്കിനെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന് ഇ ഡി വളരെ പഥ്യം. ഇ ഡിയുടെ നോട്ടീസ് പ്രതിപക്ഷ നേതാവിന്, അല്ല, ഇ ഡിയുടെ നോട്ടീസ് തോമസ് ഐസക്കിന്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആ ഇ ഡിയുടെ കൂടെ തോമസ് ഐസക്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? നിങ്ങൾ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവരാണ്. കെജ്രിവാളിൻ്റെ സംഭവത്തിൽ നിങ്ങൾ പാഠം പഠിച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള നിലപാടാണ് നിങ്ങൾക്കിവിടെ സ്വീകരിക്കാൻ കഴിയേണ്ടത്. ഇവിടെ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ജനാധിപത്യ രീതികളെ അട്ടിമറിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി ജനാധിപത്യം എന്നത് പണാധിപത്യമാക്കി മാറ്റുക, പണം കൊണ്ട് മൂടുക, ഈ ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു പോകുന്നത്. ഏറ്റവും വലിയ അഴിമതി രാജ്യത്തുണ്ടായത് ഇപ്പോൾ സുപ്രീം കോടതി നിരോധിച്ച ഇലക്ടറൽ ബോണ്ടാണ്. എന്താണ് ഇലക്ടറൽ ബോണ്ട്? രാഷ്ട്രീയ പാർട്ടികൾ പണം സ്വീകരിക്കാം. രാഷ്ട്രീയ പാർട്ടികൾ പണം സ്വീകരിക്കുമ്പോൾ അത് ജനങ്ങളോട് തുറന്നു പറയാൻ ബാധ്യതയുണ്ട്. ഇത് പറയണ്ട, ഇത് വെളിവാക്കേണ്ടതില്ല. കൊടുക്കുന്നവരും വെളിവാക്കണ്ട, കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടികളും വെളിവാക്കണ്ട. ഇതാണ് BJP സ്വീകരിച്ച നില. BJP ആണ് കൊണ്ടുവന്നത്. കോൺഗ്രസ് എന്താ നിലപാടെടുത്ത്? നമുക്കും കിട്ടണം പണം എന്ന് പണ്ട് പറഞ്ഞിട്ടില്ലേ? ആ നില കോൺഗ്രസ് എടുത്തു. എതിർത്തോ?
ഇത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറായോ? നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കലാണെന്ന് പറയാൻ പറ്റിയോ? വലിയ തുക കോൺഗ്രസ് വാങ്ങി, 8,251 കോടി ബി ജെ പിക്ക് കിട്ടി. സിംഹഭാഗം ബി ജെ പിയുടെ കയ്യിൽ. കോൺഗ്രസും മോശമല്ല. 1,952 കോടി രൂപ കോൺഗ്രസ് വാങ്ങി കയ്യിൽ വെച്ചു. അപ്പോ ഈ കാര്യത്തിൽ തുല്യ പങ്കാളികളായില്ലേ? കിട്ടിയ പണത്തിൽ വ്യത്യാസമുള്ളത് മാത്രമല്ലല്ലോ, പണം വാങ്ങിയില്ലേ? എന്നാൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ ഘട്ടത്തിൽ തന്നെ പരസ്യമായി പറഞ്ഞു, ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു, ഇത് അഴിമതിയാണ്, ഇതിൻ്റെ ഭാഗമായുള്ള ചില്ലിക്കാശ് ഞങ്ങൾ വാങ്ങില്ല. ആ പ്രഖ്യാപനം മാത്രമല്ല നടത്തിയത്, ഇതിനെതിരെ കോടതിയെ സമീപിച്ചു. ഭരണഘടനാ വിരുദ്ധമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി വാദം കേട്ട് അവസാനം ഇത് റദ്ദാക്കി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു. ഈ കണക്കാകെ പുറത്തു വിടണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. അവരെല്ലാ കണക്കുകളും ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കണം. അങ്ങനെ വിശദമായ ഉത്തരവ് വന്നു. അപ്പോൾ SBI അത് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത്. വിവിധ ഘട്ടങ്ങൾ കോടതിയുടെ ശക്തമായ ഇടപെടലിലൂടെ ബന്ധപ്പെട്ട കോഡടക്കം പിന്നീട് കൊടുക്കേണ്ടി വന്നു. എന്താണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചത്? ഇത് കൊടുക്കാതിരിക്കാൻ താല്പര്യം, വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കാൻ താല്പര്യം. എന്തെല്ലാം സംഭവങ്ങൾ നടന്നു ഇതിൻ്റെ ഭാഗമായിട്ട്? എത്ര വലിയ തുകയാണ് ഓരോ ആളിൽ നിന്നും വാങ്ങിയത്? ED അയക്കുക, ഭീഷണിപ്പെടുത്തുക, പിന്നീട് പണം വാങ്ങുക. രാജ്യത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഭീമനാണ് DLF. 2018 അവർക്കെതിരെ കേസ്. ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ അഴിമതിയുണ്ട്, വഞ്ചനയുണ്ട് എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് കേസ് കൊടുത്തത്. അത് 18, 19, 20, 21, 22 ഈ വർഷങ്ങളിൽ ഒരുപാട് അന്തർനാടകങ്ങൾ നടന്നു. 23 EDയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിനകത്ത് നിയമവിരുദ്ധമായി ഒന്നുമില്ല. എന്താ കാര്യം? ഇത്രയും കാലം എടുത്ത് അന്വേഷിച്ച് നിയമവിരുദ്ധമായി ഇല്ല എന്ന് കണ്ടതാണോ? അതിൽ നല്ല തുകയാണ് DLF ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ രീതിയിൽ കൊടുത്തത്. 170 കോടി രൂപ ഈ കമ്പനി ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ കൊടുത്തു. ഇതും മറ്റൊരു രീതിയിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇരിക്കട്ടെ. ഏതായാലും ആ കമ്പനിയാണ് ഈ പറയുന്ന പണം കൊടുത്ത് ഇലക്ട്രൽ ബോണ്ട് നൽകി കേസിൽ നിന്ന് ഒഴിവാകുന്നത്. ഇതൊരു ഭാഗം. സാന്റിയാഗോ മാർട്ടിൻ, കേരളത്തിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. നമ്മൾ പലരും കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിവ് നല്ലതുപോലെയുണ്ട്. ആ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി 1,368 കോടി രൂപയാണ്
ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ നൽകിയത്. കോൺഗ്രസിനുണ്ടൊരു പങ്ക് 50 കോടി രൂപ. കോൺഗ്രസ് അത് വാങ്ങിവെച്ചു. ആ പണം കോൺഗ്രസ് ഉപയോഗിക്കുകയും ചെയ്തു. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഗവൺമെൻറ് രൂപീകരിക്കാൻ പോകുന്നെന്ന് വന്നപ്പോഴാണ് ഈ പറയുന്ന പണം ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസിന് നൽകുന്നത്. കോൺഗ്രസ് അത് സ്വീകരിച്ചു. എന്ത് വ്യത്യാസമാണ് ഈ പറയുന്ന BJPയും കോൺഗ്രസും തമ്മിലുള്ളത്? BJPയുടെ ഒരു പാർലമെന്റ് അംഗം, രാജ്യസഭാ അംഗമാണ്, ആന്ധ്രാപ്രദേശിൽ. അദ്ദേഹം BJP നേതാവാണ്. ചിന്നകൊണ്ട മുനിസ്വാമി രമേശ് BJP നേതാവ്. അദ്ദേഹം വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനി ഋത്തിക് പ്രോജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, അവർക്ക് പെട്ടെന്നൊരു സ്നേഹം കോൺഗ്രസിനോട്, സഹായിക്കാൻ ആലോചിക്കുന്നു. അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസിന് എത്ര? 30 കോടി രൂപ. ഒരു രാഷ്ട്രീയ പാർട്ടി വളരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് കൊടുത്ത പണമാണെന്ന് പറയാൻ പറ്റുമോ? ഇത് കഴിഞ്ഞ് ഹിമാചൽ പ്രദേശിലാണ് പിന്നെ അടുത്ത നാടകം. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് മന്ത്രിസഭ. അവിടെ ഈ ഋത്തിക് പ്രോജക്റ്റ് ഒരു വൈദ്യുത നിലയത്തിന് അപേക്ഷ കൊടുക്കുന്നു, അനുവദിക്കുന്നു. ഒരുപാട് കഥകൾ ഇതുപോലത്തെ കാണുമല്ലോ. എവിടെയാണ് വ്യത്യാസം? കേരളത്തിൽ നിന്നുള്ള MP-മാർ വളരെ കൂടുതലാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDF-നും ഉണ്ടായത്. ഈ രാജ്യം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടല്ലോ. കൃത്യമായ നിലപാടെടുക്കുന്ന കോൺഗ്രസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞോ? ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി 2019 അത് നിയമാക്കുന്നത്. ശക്തമായ നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിഞ്ഞോ? ഇവിടെ കേരള ഗവൺമെൻറ് പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസും UDF-ഉം അതിൻ്റെ കൂടെ നിന്നു. പിന്നീട് ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടെടുത്തു. ഏകണ്ഠമായി പാസാക്കിയ നിയമസഭാ പ്രമേയത്തെ അടക്കം കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തള്ളിപ്പറഞ്ഞു. എന്താ കാര്യം? കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം നിങ്ങളിതിനെതിരെ പരസ്യമായി അവിടുത്തെ LDF-ഉമായി ചേർന്ന് പ്രക്ഷോഭത്തിനും പോകാൻ പാടില്ല എന്ന നിലപാടെടുത്തിട്ടുണ്ടാകാം. ഒരു അനുമാനമാണ്. അല്ലെങ്കിൽ കാരണം അവർ പറയണല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപാട് പ്രക്ഷോഭങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടന്നു. ഡൽഹി ഏറ്റവും വലിയ കേന്ദ്രം. നമ്മൾ ഇവിടുന്ന് പോയ ഏതെങ്കിലും പാർലമെന്റ് അംഗത്തെ ആ ഏതെങ്കിലും പ്രക്ഷോഭത്തിൽ കണ്ടോ? ഡിസംബർ 10 ഡൽഹിയിൽ കനത്ത പ്രക്ഷോഭം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയവർ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടികളെല്ലാം ഉണ്ടായത്. അവിടെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി CPIM-ൻ്റെയും CPI-യുടെയും ജനറൽ സെക്രട്ടറിമാർ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, ഇങ്ങനെയുള്ളൊരു നിര
അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് കണ്ടോ? ആ പട്ടികയിൽ എവിടെയെങ്കിലും? എന്താ കാര്യം? ആ ഘട്ടത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലും കണ്ടില്ല. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, അത് നിയമമാക്കാൻ ചട്ടം കൊണ്ടുവന്നു. കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? ഇതേവരെ അഭിപ്രായം പറഞ്ഞില്ലാലോ. ഇടയ്ക്കൊരു ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മാധ്യമപ്രവർത്തകരെ കണ്ടു. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് അഭിപ്രായം? അപ്പോൾ രാത്രി ആലോചിച്ച് പറയാ. എത്ര പരിഹാസ്യമായ നിലപാടാണ്. കോൺഗ്രസിന് നിലപാടില്ല, കോൺഗ്രസ് അധ്യക്ഷന് നിലപാടില്ല. രാഹുൽ ഗാന്ധി വിപുലമായ യാത്ര നടത്തി, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇതിനെപ്പറ്റി മാത്രം പറഞ്ഞില്ല. നമ്മൾ കാണേണ്ടത് ദേശീയ പൗരത്വ രജിസ്റ്റർ ആസാമിൽ നടപ്പാക്കിയപ്പോൾ 19 ലക്ഷത്തോളം പേരാണ് ഇന്ത്യൻ പൗരത്വമുള്ളവർ പൗരത്വമില്ലാത്തവരായത്. അത് മുസ്ലിം മാത്രമല്ല, എല്ലാവരും ഉണ്ട്, എല്ലാവരെയും ബാധിക്കും ഇത്. ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അപ്പോൾ കോൺഗ്രസിന്റെ ചോദ്യം എന്താണെന്നറിയോ? നിങ്ങളെന്തിനാണ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ മാറുന്നില്ല? അതാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. രാജ്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണ്ടേ? കോടാനുകോടി ജനങ്ങൾ തീ തിന്ന് കഴിയുന്നത് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? അപ്പോൾ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് നിലപാടിന്റെ പ്രശ്നമാണ്. എന്ത് നിലപാട് സ്വീകരിക്കും? ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവമുണ്ട്. ആ 5 വർഷക്കാലം ഒരു നിലപാടില്ലാത്തവരാണ് കേരളത്തിൽ നിന്ന് പോയ ഭൂരിഭാഗം ആളുകൾ. നാടിനുമെതിരായിരുന്നു. നാട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. ആ ഘട്ടത്തിലൊന്നും അവരെ ആരെയും കണ്ടില്ല. ഈ ദുരനുഭവമാണ് നമുക്കുള്ളത്. അപ്പോൾ നിലപാടിൽ വ്യക്തതയുള്ളവർ വേണം ലോക്സഭയിലേക്ക് പോകാൻ. അങ്ങനെ വന്നാൽ കേരളത്തിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങും. ജോയ്സ് ജോർജ് അപരിചിതനല്ല. ഈ മണ്ഡലത്തിന് നല്ല പരിചയമുള്ള ആളാണ്, കേരളത്തിന് പരിചയമുള്ള ആളാണ്, ലോക്സഭയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച അനുഭവം നാട് പങ്കുവച്ചതുമാണ്. ജോയ്സ് ജോർജാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഒരു സംശയവും ആർക്കും ഉണ്ടാകേണ്ടതില്ല. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളായാലും കേരളം നേരിടുന്ന പ്രശ്നങ്ങളായാലും വ്യക്തതയോടെ നിലപാട് സ്വീകരിക്കാൻ ജോയ്സ് ജോർജിനാകും. അതാണ് നമുക്ക് ആവശ്യം. ജോയ്സ് ജോർജിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ ജോയ്സ് ജോർജിനെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. അടുത്തതായി കേരള കോൺഗ്രസ് നേതാവ് മുൻ MLA-യുമായ ശ്രീ ജോണി നെല്ലൂരിനെ സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ഏറെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, വേദിയിലും സദസ്സിലുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, സ്നേഹിതരെ, തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ
ഇടുക്കി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഒരു കാര്യമേ എനിക്ക് പറയുവാനുള്ളൂ. നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിൽക്കണമോ വേണ്ടയോ? ഇന്ത്യ രാജ്യം 947 മുതൽ ഒരു മതേതര രാജ്യമായി അറിയപ്പെട്ട് മതേതരത്തിൻ്റെ മുഖമുദ്രയുമായി പോകുന്ന നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിൽക്കണമോ വേണ്ടയോ? അതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. നിലപാടുകളുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ, നിലപാടുകളില്ലാത്ത ഐക്യജനാധിപത്യ മുന്നണിയാണോ ഇവിടെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, നിരവധി ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. രാജ്യത്തെ ബാധിക്കുന്ന ഗൗരവമുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിലപാടുകൾ എടുക്കാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും. എത്രയോ കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പൗരത്വ ഭേദഗതി നിയമം, ആ നിയമം പാസ്സായി വർഷങ്ങളായി എങ്കിലും ആ നിയമത്തിൻ്റെ റൂൾസ് ഉണ്ടാക്കിയത് അടുത്ത കാലത്ത്. എന്തേ ആ കാര്യത്തിലൊരു നിലപാടെടുക്കുവാൻ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളിലൊന്നായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു? ഇരട്ടത്താപ്പാണ്. രാജ്യത്തെ ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടുകൾ. രാജ്യത്തൊന്നാകെ രാജ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിലപാടെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു രാഷ്ട്രീയ പാപ്പരത്വം, അതല്ലേ നമ്മളിവിടെ കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പ് അതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, 10 വർഷം കൊണ്ട് രാജ്യത്തെ ജനാധിപത്യം തകർത്തു, മതേതരത്വം തകർത്തു, ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നു. പഴയ രാജഭരണകാലത്തേക്ക് രാജ്യത്തെ നയിക്കുവാനുള്ള ഒരു നീക്കം നാം കാണുന്നു. അതിൻ്റെ മുന്നൊരുക്കമായിട്ടാണല്ലോ ഇപ്പോൾ പറയുന്നത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. ഓരോ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ഒറ്റ കാര്യമേ എനിക്ക് പറയുവാനുള്ളൂ. ഈ പാർലമെന്റിൽ നമ്മളിവിടെ അഭിമാനപൂർവ്വം നിർത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. 2014 മുതൽ 19 വരെയുള്ള 5 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമെന്ന് വിലയിരുത്തിയാൽ ജോയിസ് ജോർജിനല്ലാതെ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഈ നിയോജകമണ്ഡലത്തിൻ്റെ, ഈ ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലത്തിൻ്റെ 7 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും ഓരോ പഞ്ചായത്ത് വാർഡുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കരസ്പർശമേൽക്കാത്ത ഒരു പ്രദേശവുമില്ല. അത്രമാത്രം മകനീയമായ മാതൃക നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടിയ ജോയിസ് ജോർജ് നമ്മുടെ അഭിമാനമായി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകണം. നാട്ടിലെ നിവർത്തി തൻ്റെ അടുത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ ചെയ്തികളെ ചെറുക്കുവാനും മുഖത്ത് നോക്കി വർത്തമാനം പറയുവാനുമുള്ള ആർജവമുള്ള ജോയിസ് ജോർജിനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കോതമംഗലം നിയോജകമണ്ഡലത്തിന്റെ LDF കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. മനോഹരമായ ഉജ്ജ്വലമായ ഒരു ജനപങ്കാളിത്തത്തോടുകൂടി ഇന്നിവിടെ ഈ സമ്മേളനം ഒരുക്കിയ ഏർപ്പാടാക്കിയതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ജോയിസ് ജോർജിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. നന്ദി പറഞ്ഞുകൊണ്ട് ജനതാദളിൻ്റെ നേതാവ് ശ്രീ മനോജ് ഗോപി സംസാരിക്കും. ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ജോർജിന്റെ ഉജ്ജ്വല വിജയത്തിനായുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി LDFന്റെ ഉജ്ജ്വല നേതാവ് സഖാവ് പിണറായി വിജയൻ ആയിരങ്ങളെ ഈ നഗരത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ ഈ ആൾക്കൂട്ടം, ഈ ജനപ്രളയം തന്നെ അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് ഈ കോതമംഗലത്തുകാരും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ജനതയും വിധി എഴുതിയ ഒരു പ്രോഗ്രാമായി ഇത് മാറിയിട്ടുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല.
എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായിരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് എല്ലാവിധ നന്ദിയും നേരുന്നു. അതോടൊപ്പം ഇതിൻ്റെ അധ്യക്ഷൻ CPIയുടെ താലൂക്ക് സെക്രട്ടറിയും LDF ചെയർമാനുമായിട്ടുള്ള PT ബെന്നി, അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ കോതമംഗലം MLA ആന്റണി ജോൺ, അതുപോലെ ഇവിടെ സംസാരിച്ച കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് മുൻ മൂവാറ്റുപുഴ MLA അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ള CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ, അതുപോലെ അഡ്വക്കേറ്റ് S സതീഷ് ഉൾപ്പെടെ ഉള്ള LDF നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും പൗരപ്രമുഖർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ലാൽ സലാം.